റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് സിനിമാ താരം രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. പിഷാരടിയിലൂടെ മാങ്കൂട്ടത്തിൽ വിവാദം മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സന്ദീപ് വാര്യർ, രമ്യ ഹരിദാസ് എന്നിവരെയും പാലക്കാട്ട് പരിഗണിച്ചിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയാണ് പിഷാരടിക്ക് തുണയായത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പാലക്കാട് രമേശ് പിഷാരടി ഉറപ്പിക്കുകയാണോ? ഈ ലൈംഗിക അതിക്രമ പരാതികളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്നും പുറത്താവുന്നു. അതിന് പിന്നാലെ വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പാലക്കാട്ടേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നെങ്കിലും പിന്നീട് പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവിനെ പാലക്കാട് മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകനെ പാലക്കാട് മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത്. ഇതിന് പിന്നാലെ പിന്നീട് സന്ദീപ് വാര്യരുടെ പേര്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷിന്റെ പേരെല്ലാം പാലക്കാട് മണ്ഡലത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാക്കൾ പരിഗണിക്കുന്നത് സിനിമാ ചലച്ചിത്ര താരമായിട്ടുള്ള രമേശ് പിഷാരടിയുടെ പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഷാഫി പറമ്പിൽ MP-യുടെ ഉൾപ്പെടെ താല്പര്യം രമേശ് പിഷാരടിയെ പാലക്കാട്ടേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിൽ നിന്നും രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് നീക്കം. രമേശ് പിഷാരടി പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങളെല്ലാം അതെല്ലാം മാറ്റി നിർത്തും, അതെല്ലാം മറികടന്നുകൊണ്ട് കോൺഗ്രസിന് വലിയൊരു വിജയം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടാക്കി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു മുതിർന്ന നേതാവിനെയാണ് BJP ഇത്തവണ പാലക്കാട് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് പരിഗണിക്കണം, എങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയം തുടരാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കൂടിയാണ് രമേശ് പിഷാരടിയെ പോലെ ആളുകൾക്കിടയിൽ കുറച്ച് ജനപ്രീതിയുള്ള ഒരാളെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും KPCC നേതൃത്വം ഉൾപ്പെടെ രമേശ് പിഷാരടിയുടെ പേര് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള അതൃപ്തിയൊന്നുമില്ലാതെ രമേശ് പിഷാരടിയുടെ പേരിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് നോക്കാം.